ഒരാൾ ഓഫീസ് കഴിഞ്ഞ് ഒരു ഷെയർ ടാക്സിയിൽ വന്ന് കയറുകയാണ്. അപ്പോൾ അവൻ്റെ ഫോണിലാണെങ്കിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡ്രൈവറോട് ചാർജർ ചോദിച്ച് വാങ്ങിക്കുകയാണ്. എന്നിട്ട് അവൻ അവൻ്റെ ഫോൺ ചാർജിനിടുന്നു. ഇതേ സമയത്ത് തന്നെ ആ കമ്പനിയിലെ സൂപ്പർവൈസർ ആ ടാക്സിയിൽ വന്ന് കയറുകയാണ്. അങ്ങനെ അയാളുടെ ഫോണിലും ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡ്രൈവറോട് അയാൾ ചാർജർ ചോദിക്കുകയാണ്. അപ്പോൾ ഇവൻ വേഗം തന്നെ ഇവൻ്റെ ചാർജർ ഊരി അയാൾക്ക് കൊടുക്കുകയാണ്. നോക്കുമ്പോൾ അയാളുടെ ഫോണിലാണെങ്കിൽ 65% ചാർജ് ഉണ്ടായിരുന്നു. എങ്കിലും സൂപ്പർവൈസറോട് ഇനി എന്തു പറയാനാണ് എന്ന് വിചാരിച്ച് അവിടെ മിണ്ടാതിരിക്കുകയാണ് അവൻ. ഇതേ സമയം ആ കമ്പനിയുടെ ബോസ് അയാളുടെ കാർ റിപ്പയർ ആയതുകൊണ്ട് തന്നെ ഈ ഷെയർ ടാക്സിയിൽ വന്ന് കയറുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫോണിലും ചാർജ് കുറവാണ് എന്ന് പറഞ്ഞ് ചാർജർ ചോദിക്കുമ്പോൾ സൂപ്പർവൈസർ തൻ്റെ ചാർജർ ഊരി ബോസിൻ്റെ ഫോൺ ചാർജ് ചെയ്യുകയാണ്. എന്നാൽ ബോസിൻ്റെ ഫോണിലാണെങ്കിൽ 95% ചാർജ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും തന്നെ കാറിൽ കയറിയ ഉടനെ തന്നെ ആ കാർ പുറപ്പെടുകയാണ്. അപ്പോൾ ആ കാറിൻ്റെ ഡ്രോപ്പ് അഡ്രസ്സിൽ ഒരു കോസ്റ്റ്ലിയായ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ്. ഇത് കണ്ടതും ബോസും സൂപ്പർവൈസറും ഇത്രയും കോസ്റ്റ്ലിയായ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കാൻ ഞങ്ങളുടെ കമ്പനിയിൽ ആർക്കും തന്നെ കഴിവില്ല, അഡ്രസ്സ് ശരിക്കും നോക്കൂ എന്ന് ഡ്രൈവറോട് പറയുകയാണ്. ഡ്രൈവറും അഡ്രസ്സ് മാറിയതാണ് എന്ന് വിചാരിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ഇവരുടെ കമ്പനിയിൽ ഇവർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഇവൻ ഈ കാറിൽ നിന്നും ഇറങ്ങി ഇതാണ് എൻ്റെ അപ്പാർട്ട്മെന്റ് എന്ന് പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു. അപ്പോഴാണ് ബോസിനും സൂപ്പർവൈസർക്കും മനസ്സിലാക്കുന്നത് തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഈ പയ്യൻ തങ്ങളെക്കാളും വേറെ ലെവലാണ് എന്ന്.